ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രേവൂസ് വ്ലോഗ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യണത്. എൻ്റെ ജോലിയും വീട്ടിലെ ജോലിയൊക്കെ കാരണം ഒരുപാട് മടി പിടിച്ചിട്ടാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേവതി. ഞാൻ കോസ്മെറ്റോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. മോസ്റ്റ്ലി ഞാൻ കുക്കിംഗ് വീഡിയോസും ട്രാവൽ വ്ളോഗ്സും അതുപോലെ ബ്യൂട്ടി വ്ളോഗ്സുമാണ് ഇടാറ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളിപ്രാവശ്യം ന്യൂ ഇയർ മൂന്നാറിലാണ് ആഘോഷിച്ചത്. മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് നേര്യമംഗലം എത്തുമ്പോൾ അവിടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം അത് കാണാൻ ഇറങ്ങിയായിരുന്നു. അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ. വലിയൊരു ബ്രിഡ്ജാണ്. പക്ഷെ മഴ സമയത്തായിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാകുമായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ വെള്ളവും കുറവായിരുന്നു, പിന്നെ കലങ്ങിയിട്ടുമായിരുന്നു. ഞങ്ങൾ പോയത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. അപ്പോൾ കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു. അവിടെ ഒരേ ഒരു കട ഉണ്ടായിരുന്നുള്ളൂ, നല്ല സർബത്തും വെള്ളനീരും കിട്ടുന്ന ചെറിയൊരു കട. പക്ഷേ ആ സമയത്ത് അത് ഭയങ്കര നല്ലതായിട്ട് തോന്നി. ഇളനീരും സർബത്തും എല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേലും അവിടെ നിന്ന് കുറച്ച് പുളിമിഠായിയും അതുപോലെ പഞ്ഞിമിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിതിന് ഈ മിഠായിയെ പഞ്ഞിമിഠായി എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി എല്ലാവരും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ചേർന്ന് കഴിക്കുമ്പോൾ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇക്കാലത്തൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് പോകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി അത് പോയിട്ട് കഴിക്കുക, അങ്ങനെ എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിർത്തി പോയത് കാരണം തന്നെ ഒത്തിരി വൈകിയാണ് റൂമിലെത്തിയത്. ഞങ്ങൾ റൂം എടുത്തിരുന്നത് മൂന്നാർ ടൗണിലല്ല, മൂന്നാറിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വഴി കഴിഞ്ഞിട്ട് ചിന്നക്കനാലിലാണ്. പക്ഷെ നല്ല റൂമായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. നല്ല തിരക്കായത് കാരണം ഞങ്ങൾക്ക് അവിടെയാണ് കിട്ടിയത്. 11:45 കൂടിയിട്ട് പിന്നെ ഇതിനുള്ള കാത്തിരിപ്പായി ന്യൂ ഇയറിന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ന്യൂ ഇയർ ആഘോഷം ഫുൾ അടിച്ചുപൊളിയായിരുന്നു. സോ ഇതായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Happy New Year.